കലാഭവൻ ഷാജോൺ, വിനയ് ഫോർട്ട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ആട്ടം എന്ന ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത്. ആനന്ദ് ഏകർഷിയാണ് ചിത്രത്തിന്റെ സംവിധാനം. വ്യത്യസ്തമായ പ്രമേയത്താലും അവതരണത്താലും ചിത്രം നിറഞ്ഞ കയ്യടിയാണ് നേടുന്നത്. ഇപ്പോഴിതാ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ചിത്രം കണ്ടിരിക്കുകയാണ്. ചിത്രം കാണുക മാത്രമല്ല, അണിയറ പ്രവർത്തകരെയെല്ലാം അഭിനന്ദിച്ചിരിക്കുകയാണ് മെഗാതാരം. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും മമ്മൂട്ടി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് അഭിനന്ദിച്ചത്. ചിത്രത്തിന്റെ സംവിധായകനായ ആനന്ദ് ഏകർഷിയാണ് മമ്മൂട്ടിയുടെ വീട് സന്ദർശിച്ച ചിത്രവും മെഗാസ്റ്റാറിന്റെ അഭിനന്ദനവും പങ്കുവച്ചത്. മമ്മൂക്ക, ഈ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണ്. ആട്ടം മമ്മൂക്ക കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഓരോരുത്തരെയും നിറഞ്ഞ സന്തോഷത്തോടെ അഭിനന്ദിച്ചു. ഞങ്ങൾക്കൊപ്പം നിറഞ്ഞ ചിരിയോടെ വേണ്ടുവോളം ഫോട്ടോകൾ എടുത്തു. ഇതെല്ലാം ഞങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാണ്. കൈ തന്ന് നല്ല സിനിമയാണെന്ന് സാക്ഷാൽ മമ്മൂക്ക പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഓർത്തു. സുഹൃതം. ആട്ടം കാണാത്തവർ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നു. വിനയ് ഫോർട്ടിനെ മിസ് ചെയ്തു, ഷൂട്ടിലാണ്. മമ്മൂക്കയ്ക്ക് സിനിമ കാണാൻ കാര്യങ്ങൾ ഒരുക്കിയ ഷാജോൺ ചേട്ടന് 1000 ഉമ്മകൾ എന്ന് പറഞ്ഞാണ് ആനന്ദിന്റെ കുറിപ്പ്. തിരുവനന്തപുരത്ത് സമാപിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രങ്ങളിലൊന്നാണ് ആട്ടം. ചിത്രത്തിന് 3 ഷോകളായിരുന്നു, എല്ലാം ഹൗസ്ഫുൾ. 2022 മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിന് ലഭിച്ച സമാനമായ സ്വീകരണമാണ് മേളയിൽ ആട്ടത്തിന് ലഭിച്ചത്. മേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ചിത്രത്തിന് ലഭിച്ചിരുന്നു. സമകാലിക മലയാള സിനിമ വിഭാഗത്തിലായിരുന്നു ചിത്രം മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നത്. വൈകാരികവും ഉദ്വേഗഭരിതവുമായ ഒട്ടേറെ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രം തീർച്ചയായും ഒരു തിയേറ്റർ വാച്ചും ബോക്സ് ഓഫീസ് ഹിറ്റും അർഹിക്കുന്നുണ്ട്. ഒരേ സമയം കലാമൂല്യവും കച്ചവട മൂല്യവുമുള്ള ചിത്രം 90-ലധികം സ്ക്രീനുകളിലായി തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുകയാണ്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ചിത്രമാണ് ആട്ടം.